ഹലോ ഫ്രണ്ട്സ്, കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എളുപ്പം നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നല്ലതുപോലെ പഴുത്ത പഴമാണ് വേണ്ടുന്നത്. ഞാനൊരു 3 പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. പഴം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് അരച്ചെടുക്കാം. കുറച്ച് ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വേണ്ടി വയ്ക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആവശ്യമുള്ള മധുരത്തിന് വേണ്ടി കൂടുതലും കുറച്ചുമൊക്കെ എടുക്കാം. നമുക്ക് ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ഹലുവ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ 1 സ്പൂൺ നെയ്യ്, ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. ആ നെയ്യിൽ തന്നെ നമ്മൾ അരച്ചു വെച്ചിരുന്ന പഴം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ തിളപ്പിച്ച് അരിച്ച് വെച്ചിരുന്ന ആ ശർക്കര വെള്ളം ഇതിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കിത് ഇളക്കി. ഞാൻ ഇതിനകത്ത് ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്കതിൽ ആഡ് ചെയ്യാം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ഇളക്കി നിർത്തരുത്. ഇളക്കി നിർത്തി കഴിഞ്ഞാൽ അത് അടി പിടിക്കാനും കട്ട പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. സ്വല്പം നെയ്യ് കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ചിലരൊക്കെ എണ്ണ ചേർക്കാറുണ്ട്. ഞാനതിൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. നമ്മൾക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ അല്ലാതെ ഞാൻ ഇതിനകത്ത് മറ്റൊന്നും മൈദയോ അങ്ങനെയുള്ള യാതൊന്നും ചേർക്കുന്നില്ല. കോൺഫ്ലവർ മാത്രമേ ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മൾ 3 സ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിരുന്നില്ലേ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഹൽവ മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹലുവ ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ദാണ്ട പാത്രത്തിൽ നിന്ന് വിടുന്ന ദാണ്ടോ, പാത്രത്തിൽ നിന്ന് ദാണ്ട് ഇങ്ങനെ വിട്ട് കിട്ടണം. ഇങ്ങ് ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടുന്ന ഈ പരുവാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഈ ഡിഷിലേക്ക് ഇത് മാറ്റാം. ഞാൻ അതിനകത്ത് നെയ്യ് തൂത്ത് വെച്ചിരുന്ന ഒരു ഡിഷാണ്. നമുക്ക് അതിലേക്ക് മാറ്റി നമുക്കിത് സെറ്റ് ചെയ്ത്
തണുക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ടിയാകുമ്പോൾ നമുക്കെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആ ഹൽവ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉള്ളതാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക്സ്.